UAE ചാന്ദ്രസ്വപ്നങ്ങൾക്ക് തൊട്ടരികിൽ ഏപ്രിൽ 25-ന് റാഷിദ് റോവൽ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങും. UAE സമയം രാത്രി 8:40-നാണ് ലാൻഡിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. ദൌത്യം വിജയകരമാകുന്നതോടെ ചന്ദ്രനിൽ പേടകമിറക്കുന്ന 4ാമത്തെ രാജ്യമായി UAE മാറും. UAEയുടെ ചാന്ദ്രസ്വപ്നങ്ങൾ പൂവണിയാൻ ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ്. UAEക്ക് ഈദുൽ ഫിത്തർ സമ്മാനമായി ഏപ്രിൽ 25-ന് റാഷിദ് റോവർ ചന്ദ്രോപരിതലത്തിലിറങ്ങും. ഭ്രമണപഥത്തിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ലാൻഡിംഗ് നടപടികൾ ആരംഭിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച കമാൻഡുകൾ ഉപയോഗിച്ച് വേഗത നിയന്ത്രിച്ച് ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി റാഷിദ് റോവർ ഇറക്കും. ഏകദേശം 1 മണിക്കൂറോളം ഈ പ്രക്രിയയ്ക്ക് വേണ്ടിവരും. ചന്ദ്രനിലെ വടക്കുകിഴക്കൻ പ്രദേശമായ അറ്റ്ലസ് ക്രാറ്ററിൽ റാഷിദ് റോവറിനെ സുരക്ഷിതമായി ഇറക്കാനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത്. ഇതടക്കം 3 ബദൽ സ്ഥലങ്ങൾ ലാൻഡിംഗിനായി നിശ്ചയിച്ചിട്ടുണ്ട്. സാഹചര്യമനുസരിച്ച് ലാൻഡിംഗിനായി ഏപ്രിൽ 26, മെയ് 1, 3 എന്നിങ്ങനെ 3 ലാൻഡിംഗ് തീയതികളും അധികം നിശ്ചയിച്ചിട്ടുണ്ട്. 14 ദിവസത്തോളം ചന്ദ്രനിൽ തങ്ങുന്ന റാഷിദ് റോവർ ശാസ്ത്രീയ വിവരങ്ങളും ചിത്രങ്ങളും പകർത്തി ഭൂമിയിലേക്ക് അയക്കും. ചന്ദ്രനിലെ മണ്ണ്, ഭക്ഷണ സാധ്യതകൾ, ശിലാരൂപീകരണ ശാസ്ത്രം, പ്രകൃതി തുടങ്ങിയവ പഠനവിധേയമാക്കുകയാണ് ലക്ഷ്യം. ദൌത്യം വിജയകരമായാൽ അറബ് ലോകം ചരിത്രത്തിൽ ഇടം പിടിക്കും. അമേരിക്കയും റഷ്യയും ചൈനയും മാത്രമാണ് ഇതുവരെ ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകത്തെ ഇറക്കിയ രാജ്യങ്ങൾ. ന്യൂസ് 18 ദുബായ്. UAEയുടെ ഭരണചക്രത്തിൽ 17 വർഷങ്ങൾ പൂർത്തിയാക്കി വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഫെഡറൽ ഗവൺമെന്റിന്റെ തലവനായി പൂർത്തിയാക്കിയ 17 വർഷത്തെ നേട്ടങ്ങൾ വിവരിക്കുകയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. വികസന കുതിപ്പിലൂടെ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തിയ മനോഹരമായ 17 വർഷങ്ങൾ, അക്ഷീണ പ്രയത്നത്തിന്റെയും നേട്ടങ്ങളുടെയും വർഷങ്ങൾ. അഭിമാനത്തോടെയും അതിലേറെ ചാരിതാർത്ഥ്യത്തോടെയും നേട്ടങ്ങൾ വിവരിക്കുകയാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. സർക്കാർ സംവിധാനത്തിൽ നടപ്പാക്കിയ സമൂല മാറ്റങ്ങൾ, സമ്പദ് വ്യവസ്ഥയുടെ ഏകീകരണം, വളർച്ചയ്ക്കൊപ്പം നടപ്പാക്കിയ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, 440 യോഗങ്ങളിൽ മന്ത്രിസഭയുടെ 10,000 തീരുമാനങ്ങൾ, സാമൂഹിക സാമ്പത്തിക സേവന മേഖലകളിലായി 4200-ലധികം നിയമനിർമ്മാണങ്ങൾ, സാധാരണ സർക്കാർ സംവിധാനത്തിൽ നിന്ന് സേവനങ്ങൾ അതിവേഗം ലഭ്യമാക്കുന്ന സ്മാർട്ട് സർക്കാരായി UAE മാറി. സാമ്പത്തിക മാന്ദ്യത്തിനെതിരെ പോരാടി സർക്കാർ ബജറ്റ് 140%-ലധികം ഉയർത്തിയെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ ഗവൺമെന്റായി മാറിയെന്നും ഷെയ്ഖ് മുഹമ്മദ് ട്വീറ്റ് ചെയ്തു. സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ 330 നയങ്ങളും 600ഓളം അന്താരാഷ്ട്ര കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു. വിദേശ വ്യാപാരം 415 ബില്യൺ ദിർഹത്തിൽ നിന്ന് 2200 ബില്യൺ ദിർഹമായി കുതിച്ചുയർന്നു. UAEയുടെ GDP ഇരട്ടിയായി 1800 ബില്യൺ ദിർഹത്തിലെത്തിയെന്നും ഷെയ്ഖ് മുഹമ്മദ് ട്വീറ്റ് ചെയ്തു. 10 വർഷത്തിനുള്ളിൽ ബഹിരാകാശ മേഖലയിലെ നിക്ഷേപം 36 ബില്യൺ ദിർഹത്തിലെത്തി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ പിന്തുണയോടെ വികസനയാത്ര തുടരുമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കി. ന്യൂസ് 18 ദുബായ്. കൊല്ലം SN കോളേജ് അലൂമിനി UAE ചാപ്റ്റർ വാർഷിക പൊതുയോഗവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. അക്കാഫ് അസോസിയേഷൻ ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ടി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് നജ്മുദ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി റിസ്ല അംനാദ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അക്കാഫ് അസോസിയേഷൻ സെക്രട്ടറി ദീപു AS, ട്രഷറർ നൌഷാദ്, ഡയറക്ടർമാരായ രാധാകൃഷ്ണൻ മച്ചിങ്ങൽ, ഷൈൻ ഛത്രസേൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ടെലിവിഷൻ താരം രഞ്ജിത്ത് കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിഭവസമൃദ്ധമായ ഇഫ്താറിനും കലാപരിപാടികൾക്കും രഞ്ജിത്ത് രാമചന്ദ്രൻ, അമീൻ മുഹമ്മദ്, അനൂപ് നടേശൻ, മനോജ് RS എന്നിവർ നേതൃത്വം നൽകി. പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ സംഗമത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാരായ KN ബാലഗോപാൽ, P രാജീവ്, GR അനിൽ, AK ശശീന്ദ്രൻ, V ശിവൻകുട്ടി, റോഷി അഗസ്റ്റിൻ, MP രാജേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. KPCC അധ്യക്ഷൻ K സുധാകരൻ, MP, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MPമാരും MLAമാരും വിവിധ പാർട്ടി നേതാക്കളും മറ്റ് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റൽ സംബന്ധിച്ച നിയമയുദ്ധം ഇനി ഹൈക്കോടതിയിലേക്ക്. കേസ് ഫുൾ ബെഞ്ചിന് വിട്ട ഉത്തരവിനെതിരെ നൽകിയ റിവ്യൂ ഹർജി ലോകായുക്ത തള്ളി. കേസ് ഫുൾ ബെഞ്ച് ഇന്ന് പരിഗണിച്ചെങ്കിലും പരാതിക്കാരന്റെ ആവശ്യപ്രകാരം ജൂൺ 5-ലേക്ക് മാറ്റി. അതിനു മുൻപ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരൻ RS ശശികുമാറിന്റെ നീക്കം.
ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദും അടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് RS ശശികുമാർ നൽകിയ റിവ്യൂ ഹർജി പരിഗണിച്ചത്. പരാതിക്കാരന്റെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടവും ലോകായുക്ത ജഡ്ജിമാരും തമ്മിൽ 3/4 മണിക്കൂറോളം നീണ്ട സംവാദത്തിനൊടുവിലാണ് റിവ്യൂ ഹർജി തള്ളിയത്. കേസ് 3 അംഗ ബെഞ്ചിന് വിട്ട നടപടി പിൻവലിക്കണമെന്നായിരുന്നു അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടത്തിന്റെ ആവശ്യം. ജഡ്ജിമാർക്കിടയിലെ ഭിന്നാഭിപ്രായം എന്തെന്ന് ഉത്തരവിൽ വ്യക്തമാക്കാത്തതും ചൂണ്ടിക്കാട്ടി. കേസിൽ അന്വേഷണം പൂർത്തിയായതാണെന്നും വാദിച്ചു. അന്തിമ തീർപ്പിൽ എത്തിയിട്ടില്ലെന്ന് ലോകായുക്തയും ഉപലോകായുക്തയും വ്യക്തമാക്കി. നിയമസാധുത പരിശോധിച്ച് 3 അംഗ ബെഞ്ച് തീർപ്പാക്കിയ ശേഷമാണ് ഹർജി ഫയലിൽ സ്വീകരിച്ചതെന്ന വാദം. എന്നാൽ അതെല്ലാം പ്രാഥമിക ഘട്ടത്തിലായിരുന്നുവെന്നായിരുന്നു ലോകായുക്തയുടെ മറുപടി. ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ലോകായുക്ത ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധിയെ തന്നെ മുൻനിർത്തിയാണ് ജോർജ് പൂന്തോട്ടത്തെ ജസ്റ്റിസ് സിറിയക് ജോസഫ് നേരിട്ടത്. സാധുത സംബന്ധിച്ച് 2 അംഗ ബെഞ്ചിന്റേത് ഭിന്നവിധിയായിരുന്നു. അന്ന് 3 അംഗ ബെഞ്ചിന് വിടുമ്പോൾ ജഡ്ജിമാർ ഭിന്നത ഏത് വിഷയത്തിലെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകാതെയാണ് ഹർജി ഫയലിൽ സ്വീകരിക്കാനുള്ള ഉത്തരവിലേക്ക് എത്തിയത്. മന്ത്രിസഭാ തീരുമാനം ലോകായുക്ത നിയമപരിധിയിലല്ലെന്ന എതിർകക്ഷികളുടെ വാദം നിലനിൽക്കുകയാണ്. അതിനാലാണ് 3 അംഗ ബെഞ്ച് അന്വേഷണം നടത്താൻ പോകുന്നത്. അതിൽ വാദിയും സഹകരിക്കണമെന്ന് ലോകായുക്ത വ്യക്തമാക്കി. 31 ഓർഡർ അത് കിട്ടി. ഇന്നത്തെ പാസ്സാക്കാൻ പോകുന്ന ഓർഡർ എന്താ പാസ്സാക്കുന്നതെന്ന് അവർ പറഞ്ഞു. പാസ്സാക്കുന്ന ഓർഡർ അത് കാണണം. അതിൻ്റെ മെറിറ്റോടെ നോക്കിയതിന് ശേഷം വേണം അനന്ത നടപടി സ്വീകരിക്കുക. ഹൈക്കോടതിയാണ് അടുത്ത ഫോറം. ഉച്ചയ്ക്ക് ശേഷം കേസിൽ വാദം കേൾക്കാൻ 3 അംഗ ബെഞ്ച് തയ്യാറായെങ്കിലും ജോർജ് പൂന്തോട്ടം ഹാജരായില്ല. കേസ് പരിഗണിക്കുന്നത് ജൂൺ 5 മാറ്റി. RS ശശികുമാറിനെതിരെ ഇന്നലെ നടത്തിയ പരാമർശത്തിൽ ലോകായുക്ത നിലപാട് വ്യക്തമാക്കി. വിമർശനങ്ങളൊന്നും കേസിനെ ബാധിക്കില്ല. ഭയമോ മമതയോ കേസ് നടത്തിപ്പിൽ ഇല്ലെന്നും ലോകായുക്ത വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. BJP അനുകൂല നിലപാട് ആവർത്തിച്ച ഓർത്തഡോക്സ് സഭ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ യൂലിയോസ് BJPയോട് മാത്രമായി രാഷ്ട്രീയ ഐത്തമില്ല, വിചാരധാരയിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നും ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. ഇതിനിടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള നീക്കം കൂടുതൽ ശക്തമാക്കുകയാണ് BJP. ഈസ്റ്റർ ദിനത്തിൽ BJP നേതാക്കൾ ആശംസ കൈമാറിയതിൽ ഇരു മുന്നണികൾക്കും വേവലാതിയാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. BJPയോട് മാത്രമായി രാഷ്ട്രീയ ഐത്തം കാണുന്നില്ലെന്ന് ഓർത്തഡോക്സ് സഭ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ യൂലിയോസ്. വിചാരധാരയിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യത്തിന് യാതൊരു പ്രശ്നവുമില്ല. വലിയ രാജ്യത്ത് ചില അസ്വാരസ്യങ്ങൾ സ്വാഭാവികമാണെന്നും ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. വിചാരധാര 50 കൊല്ലം മുമ്പത്തെ ഒരു ഡോക്യുമെന്റ് ആണ് അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ഒത്തിരി വ്യതിയാനങ്ങളും ഒക്കെ പിന്നീട് വരുന്നുണ്ട്. അതുകൊണ്ട് അതിലേതെങ്കിലും ഇപ്പോൾ അങ്ങനത്തെ ഒരു ഡോക്യുമെന്റിൽ വിവിധ മതങ്ങളെക്കുറിച്ചുമൊക്കെ അതിൽ സംസാരിക്കപ്പെടും. അതല്ലാതെ അതിനെ ഞങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ ഒരു സിദ്ധാന്തമുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് അതിൽ നിന്ന് വ്യാഖ്യാനം അങ്ങനെയല്ല. ഞങ്ങൾ എപ്പോഴും ഹോളിസ്റ്റിക് ആയിട്ടാണ് വ്യാഖ്യാനിക്കുക. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് അടുക്കാൻ ശ്രമിക്കുന്ന BJPക്ക് കരുത്തു പകരുന്നതാണ് ഓർത്തഡോക്സ് മെത്രാപ്പൊലീത്തയുടെ പ്രസ്താവന. ഈസ്റ്റർ ദിനത്തിൽ BJP നടത്തിയ പ്രചരണത്തിന് ഇടതു വലത് കേന്ദ്രങ്ങളിൽ നിന്നും വലിയ വിമർശനം ഉയരുമ്പോൾ ക്രൈസ്തവ സഭാ നേതൃത്വം തന്നെ ഇതിന് മറുപടി നൽകുന്നുവെന്നതാണ് BJPയുടെ ആത്മവിശ്വാസം. കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള മത മേലധ്യക്ഷന്മാരെല്ലാം പറഞ്ഞല്ലോ, വിചാരധാരയൊക്കെ ആ കാലത്തിലെ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പച്ചയായ മറുപടി, ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ ശക്തമായിട്ടുള്ള മറുപടി കേരളത്തിലെ പ്രമുഖ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബന്ധം എളുപ്പത്തിൽ നിങ്ങൾക്ക് തട്ടിക്കളയാൻ കഴിയുന്ന ഒരു ബന്ധമല്ല. പുതിയ സാഹചര്യം മുൻനിർത്തി വലിയ രാഷ്ട്രീയ നീക്കത്തിനാണ് BJP ഒരുങ്ങുന്നത്. ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ നേരിട്ടിടപെടുന്നു. But we must be confident that yes, Kerala politics is going to be changed very dramatically. There is a churning going on. What has started is just the beginning. There will be many new things happening in Kerala politics. കൊച്ചിയിൽ ചേർന്ന BJP നേതൃയോഗം പുതിയ സാഹചര്യം വിശദമായി ചർച്ച ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ പള്ളി സന്ദർശനത്തോടെ കേരളത്തിലെ 2 മുന്നണികൾക്കും വേവലാതിയുണ്ടായെന്ന് യോഗം വിലയിരുത്തി. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. BJPയുടെ ഗൃഹ സന്ദർശനത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനെതിരെ സത്യദീപം രംഗത്ത് വന്നു. വിരുന്നു വന്നവരോട് സഭാ നേതൃത്വം ചോദ്യങ്ങൾ ചോദിച്ചില്ലെന്ന് വിമർശനം. ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രിയെ പ്രാർത്ഥനാഗീതം കേൾപ്പിച്ചവർ കുറ്റത്തിൽ നിശബ്ദ പങ്കാളികളായെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രസിദ്ധീകരണമായ സത്യദീപത്തിലെ ലേഖനം കുറ്റപ്പെടുത്തുന്നു.
സ്വപ്ന സുരേഷിനെ സർക്കാർ കരുതിക്കൂട്ടി വ്യക്തിപരമായി ഉപദ്രവിക്കുകയാണെന്ന് ഹൈക്കോടതി. ജസ്റ്റിസ് ബെച്ചു കുര്യന്റേതാണ് പരാമർശം. സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറിയുടെ പരാതിയിൽ സ്വപ്നയ്ക്കെതിരെ എഫ്ഐആർ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അതേസമയം സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്ന അജി കൃഷ്ണന്റെ ഹർജി ഹൈക്കോടതി തള്ളി. തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇത് പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ പരാമർശം. സ്വപ്ന സുരേഷിനെ സർക്കാർ കരുതിക്കൂട്ടി വ്യക്തിപരമായി ഉപദ്രവിക്കുകയാണെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ പരാമർശിച്ചു. സർക്കാർ ദുഷ്ചിന്തയോടെ സ്വപ്നയെ വ്യക്തിപരമായി ഉപദ്രവിക്കുകയാണ്. തളിപ്പറമ്പ് പോലീസിന്റെ എഫ്ഐആർ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി പരാമർശം. എന്നാൽ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത്, കറൻസി കടത്ത് കേസുകളിൽ മുഖ്യമന്ത്രി അടക്കം ഉന്നതർക്കുള്ള പങ്കന്വേഷിക്കാൻ ഇഡിക്കും കസ്റ്റംസിനും നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി തള്ളി. HRD സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. നേരത്തെ തീർപ്പ് കൽപ്പിച്ച വിഷയത്തിൽ വീണ്ടും അന്വേഷണം നടത്താൻ പുതിയ തെളിവുകളോ രേഖകളോ ഹർജിക്കാരന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇഡിയും കസ്റ്റംസും നടത്തുന്ന അന്വേഷണത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തി. ന്യൂസ് 18 കൊച്ചി. നേരറിയാൻ NIA വരുമോ? എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിൽ പ്രതി ഷാറൂഖ് സൈഫിയുമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ് നടത്തി. തീവപ്പുണ്ടായ D1 കോച്ചിലാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. പിന്നാലെ പ്ലാറ്റ്ഫോം 1-ലും തെളിവെടുപ്പ് നടത്തി. കേസ് NIAക്ക് കൈമാറാൻ സാധ്യത. അന്വേഷണ ചുമതല കൈമാറാൻ സർക്കാർ നീക്കം സജീവമാക്കിയതായാണ് ലഭിക്കുന്ന സൂചന. പ്രത്യേക അന്വേഷണ സംഘത്തലവൻ സെക്രട്ടേറിയറ്റിലെത്തി അന്വേഷണ പുരോഗതി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. അരിക്കൊമ്പനെ കൂട്ടിലടയ്ക്കാനാവില്ലെന്ന് ഹൈക്കോടതി. വിദഗ്ധ സമിതി നിശ്ചയിച്ച പറമ്പിക്കുളത്ത് പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിൽ ആനയെ എവിടെ വിടണമെന്ന കാര്യത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാം. കോടതി സർക്കാരിന് ഒരാഴ്ച സമയം നൽകി. നെന്മാറ MLAയുടെ ഹർജി തള്ളി. അരിക്കൊമ്പൻ വിഷയം 19-ന് പരിഗണിക്കും. കോടതിക്ക് സാഹചര്യങ്ങൾ ബോധ്യപ്പെട്ടെന്നും പ്രതിഷേധങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നും നെന്മാറ MLA K ബാബു പ്രതികരിച്ചു. അരിക്കൊമ്പനെ വനം വകുപ്പിന്റെ ആന സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതാണ് സർക്കാരിന്റെ മുൻപിലുള്ള ഫലപ്രദമായ വഴിയെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. എവിടേക്ക് മാറ്റിയാലും പ്രതിഷേധ സാധ്യതയുണ്ട്. ജനങ്ങളുടെ ദുരിതം കണ്ടില്ല എന്ന് നടിക്കാൻ സർക്കാരിന് കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. അരിക്കൊമ്പനെ പിടികൂടി കാട്ടിൽ വിടുമ്പോൾ സ്ഥാപിക്കേണ്ട GPS റേഡിയോ കോളർ നാളെ ഇടുക്കിയിലെത്തും. ബംഗളൂരുവിൽ നിന്നാണ് റേഡിയോ കോളർ എത്തിക്കുന്നത്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന സംഘടനയിൽ നിന്നാണ് GPS റേഡിയോ കോളർ സംസ്ഥാന വനം വകുപ്പ് വാങ്ങുന്നത്. നേരത്തെ അസം വകുപ്പിൽ നിന്ന് കോളർ വാങ്ങാനായിരുന്നു തീരുമാനം. എന്നാൽ ബംഗളൂരുവിൽ നിന്ന് റേഡിയോ കോളർ ലഭ്യമാണെന്ന് ഉറപ്പായതോടുകൂടിയാണ് അസമിൽ നിന്നുള്ള കോളർ വേണ്ടെന്ന് വെച്ചത്. നോമ്പ് തുറയ്ക്ക് ശേഷം കുലുക്കി സർബത്ത്, മസാല നിറച്ച മാങ്ങ എന്നിവയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതിലുമേറെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ് കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിലെ ഭക്ഷ്യമേളയായ സെൽഫ് ഫുഡ് നൈറ്റിലുള്ളത്. അറേബ്യൻ നാടുകളിലെ ലുക്കീമത്തും ഹൈദരാബാദ് ഹലീമും ആത്മാവ് കുലുക്കിയും കിളിപാറിയതും കോട്ടക്കൽ പുത്തൂരിലെത്തിയാൽ രുചിച്ചറിയാം. പുത്തൂരിലേക്ക് താറാവിക് നമസ്കാരത്തിനും വലിയ ജനപ്രവാഹമാണ് ഉള്ളത്. ആരെയും ആകർഷിക്കുന്ന രുചി കൊണ്ടും വാക്ചാതുര്യം കൊണ്ടും ഭക്ഷണപ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ് കോട്ടയ്ക്കൽ പുത്തൂരിലെ സെൽഫ് ഫുഡ് നൈറ്റ്. കല്ലുമക്കായ് ഫ്രൈ, ചിക്കൻ ചുക്ക, ഇറാനിഡിൻ, ചിക്കൻ ടിക്ക, കിളിപ്പാറിയത്, ഹൈദരാബാദ് ഹലീം, അറേബ്യൻ ലുക്കീമത്ത്, ആത്മാവ് കുലുക്കി തുടങ്ങി ഒട്ടനവധി വ്യത്യസ്തമാർന്ന ഭക്ഷണ വിഭവങ്ങൾ കൊണ്ട് ജനമനസ്സുകളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫുഡ് ഫെസ്റ്റ്. പുത്തൻ രുചികൾ തേടി പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് കുടുംബമായും സുഹൃത്തുക്കൾക്കൊപ്പവും ദിനംപ്രതി ഇവിടേക്ക് എത്തുന്നത്. ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണത്തോടൊപ്പം തന്നെ റമദാൻ രാത്രികളെ ഏറെ കൗതുകകരമാക്കാനും ആളുകളെ ആകർഷിക്കാനും വേണ്ടി പെക്ഷയടക്കം സംഘാടകർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് കണക്കില്ല. ഇവിടെ അതാണ് നിങ്ങൾ കണ്ടില്ലേ. ഇത് മിനിമം ഒരു 12 മണി വരെ കച്ചവടം ഉണ്ടാവും.
തിരക്കേറിയ പുത്തൂർ ബൈപ്പാസിൽ തെരുവ് കച്ചവടവും സജീവമായിരിക്കുകയാണ്. ജീൻ പുലാവ്, വെജ് പുലാവ്, ചിക്കൻ കൊണ്ടാട്ടം മുതലായവയ്ക്കും ചക്ക, ഇളനീർ പായസം എന്നിവയ്ക്കും ഐസുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. ഇവയ്ക്കൊപ്പം തന്നെ പലതരത്തിലുള്ള മസാല മാങ്ങകളും പുത്തൂർ ബൈപ്പാസിൽ വിൽക്കുന്നുണ്ട്. പുത്തൻ രുചികൾ തേടി സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് കുടുംബസമേതം രാത്രി കോട്ടയ്ക്കലെത്തുന്നത്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അധ്വാനമാണ് ഈ ഭക്ഷണമേള. വർണ്ണലൈറ്റുകളുടെ അലങ്കാരവും ഫുഡ് ഫെസ്റ്റിന് മനോഹാരിത നൽകുന്നുണ്ട്. ഭക്ഷണത്തിന്റെ ഗുണമേന്മ നിലനിർത്തിക്കൊണ്ട് ശുചിത്വത്തോടെയും രുചിയോടെയും ആളുകൾക്ക് മുന്നിൽ ഓരോന്നും എത്തിക്കുന്നു. ലൈവായി കഴിക്കുന്നതിന്റെ അത്ര തന്നെ അളവിൽ പാർസലും വിറ്റുപോകുന്നുണ്ട്. ദിവസങ്ങൾ കഴിയും തോറും നിരവധി പേരാണ് വ്യത്യസ്ത വിഭവങ്ങൾ തേടി ഇവിടെ എത്തുന്നത്. ന്യൂസ് 18 തിരൂർ. ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.